ഹായ് എവരിവൺ, ഐ എം വിനയൻ ഗുരുക്കൾ. നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ജാതകത്തിലെ കല്യാണം വൈകുമോ എന്ന് നിങ്ങൾക്ക് തന്നെ നോക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പൊ തന്നെത്താനെ നോക്കാൻ പറ്റും, നിങ്ങൾക്ക് കാര്യമായിട്ട് ജ്യോതിഷം അറിയില്ലെങ്കിൽ കൂടി. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ നോട്ടത്തില് കല്യാണം ആർക്ക് വൈകും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നോക്കാൻ പോണത്. ഒരു ജാതകത്തില് ലഗ്നം ഇമ്പോർട്ടന്റ് ആണ്. ല എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ല എന്ന് എഴുതിയേക്കുന്ന സ്ഥാനം ഇതിൽ ഏത് വേണമെങ്കിലും ലാ വരാലോ. അപ്പൊ ലഗ്നം, ഇപ്പൊ മേഷം, ഇത് ഒന്നാമത്തെ കളം ഇതാണ് കേട്ടോ, മേഷം. വൃഷഭം, മിഥുനം, കർക്കിടം, സിംഹം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇങ്ങനെയാണ് രാശികൾ. അപ്പൊ മേഷ ലഗ്നത്തില് ആണ് ജനിച്ചെങ്കിൽ നോട്ട് ചെയ്യേണ്ടത് 1 കഴിഞ്ഞാൽ ഇത് 2 ആണ്, 3, 4, 5, 6 ഇത് 7 ആണ്. 1, 2, 7 ഇത് 8 ആണ്. ഈ സ്ഥാനങ്ങള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1, 2, 7 കല്യാണത്തിന്. അത് സാധാരണക്കാരന് മനസ്സിലാവും, പറഞ്ഞുതരാം. ലഗ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. 2ാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബസ്ഥാനമാണ്. ഭാര്യ ഭർത്താവ് മക്കളായിട്ട് ജീവിക്കുന്ന ചെറിയ കുടുംബം. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ പെണ്ണാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്. 8ാം സ്ഥാനം സ്ത്രീകൾക്ക് മാംഗല്യ സ്ഥാനമാണ്. അത്രയും ഡീപ്പായിട്ട് നോക്കിയില്ലെങ്കിൽ 2ാം ഭാവത്തിന്റെ ദൃഷ്ടി വരുന്ന സ്ഥാനം. ദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ഒരു ഭാവത്തിന്റെ 7ാമത്തെ ഭാവം അതിന്റെ ദൃഷ്ടിയാണ്, സ്ട്രെയിറ്റ് ദൃഷ്ടി. ത്രിദശ ത്രികോണ ചതുരസ്ര സപ്തമാൻ അവലോകേന്തി ചരണാഭിവൃദ്ധിത എന്ന് പറയുന്ന പ്രമാണം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ മനസ്സിലാവില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാൽ ദൃഷ്ടി, അരദൃഷ്ടി, മുക്കാൽ ദൃഷ്ടി എടുക്കാതെ നേരെ തന്നെയുള്ള ദൃഷ്ടി 7ാം ഭാവത്തിലേക്കുണ്ട്. അപ്പൊ കുടുംബസ്ഥാനത്തിന്റെ ദൃഷ്ടി വരുന്ന സ്ഥലമാണ് 8 എടുത്താലും മതി. ലഗ്നത്തിന്റെ ദൃഷ്ടി വരുന്ന സ്ഥലമാണ് 7 എടുക്കുക. 7 എല്ലാവർക്കും ഒരു വിവാഹസ്ഥാനമാണ്. അപ്പൊ ഈ 4 ഭാവങ്ങൾ എടുക്കുക. ഏതൊക്കെയാണ്? ലഗ്നം 2, 7, 8. ഈ ഭാവങ്ങളില് രാഹു സാന്ന് എഴുതി കാണും. മലയാളത്തിലാണെങ്കിൽ സാന്ന് കാണും, ഷീന്ന് കാണും മലയാളത്തിലുള്ള ജാതകമാണെങ്കിൽ. കേതു എന്ന് പറയും. സ എന്ന് പറഞ്ഞാൽ സർപ്പി എന്നുള്ളതിന്റെയാണ്. കേതു എന്നുള്ള ഷി എന്ന് പറഞ്ഞാൽ ശിഖി. രാഹു കേതുക്കള്, ശനി. ഇനി ഏതെങ്കിലും വക്രം പെറ്റ ഗ്രഹം, വക്രം ഉള്ള ഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. രാഹു കേതുക്കൾ എപ്പോഴും റിവേഴ്സിൽ സഞ്ചരിക്കുള്ളൂ, വക്രമായിട്ട് സഞ്ചരിക്കുള്ളൂ. സൂര്യനും ചന്ദ്രനും വക്രമില്ല. ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി ഇവയൊക്കെ വേണമെങ്കിൽ റിട്രോഗ്രഷൻ ആവാം, വക്രമാവാം, പുറകോട്ട് സഞ്ചരിക്കും. മലയാളത്തിലാണെങ്കിൽ വാന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതും കൂടി നോക്കണം. ഏതെങ്കിലും ഗ്രഹത്തിന് വാ അല്ലെങ്കിൽ വക്രം ഉണ്ടെന്ന് നോക്കണം. അപ്പൊ വക്രമുള്ള ഗ്രഹങ്ങളോ ഏത് ഗ്രഹമാവാം, അതല്ലെങ്കിൽ രാഹുവോ കേതുവോ ശനിയോ ഇവിടെ എവിടെയെങ്കിലും നിന്നാ. ഇപ്പൊ ലഗ്നത്തില് സ അല്ലെങ്കിൽ ശി, സായിന്റെ 7ാം ഭാവത്തില് ശി ആയിരിക്കുമല്ലോ. അപ്പൊ രാഹു കേതു ഇവിടെ നിന്നാൽ അതിന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. ശനി ലഗ്നത്തിൽ നിന്നാലും 7ൽ നിന്നാലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ്. ഇപ്പൊ 7 രാഹു കേതു ശനി. പിന്നെ വക്രം ഉള്ള ഗ്രഹം, ഉദാഹരണം വക്രമുള്ള ഭൂവാണെങ്കിൽ, അല്ലെങ്കിൽ വക്രമുള്ള 6 കാണും ചില സ്ഥലത്ത്, അല്ലെങ്കിൽ വക്രമുള്ള ശുക്രൻ, വക്രമുള്ള ശനി. ഇപ്പൊ ഓൾറെഡി പറഞ്ഞു തരണത് വേണ്ട. അപ്പൊ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ ഇവരിൽ വക്രമുള്ള ഗ്രഹം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് വിവാഹം വൈകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി സൂര്യന്റെയും ചന്ദ്രന്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ സൂര്യൻ നിന്നാലും വൈകാനുള്ള സാധ്യത കൂടും. അപ്പൊ ചന്ദ്രൻ കറുത്ത പക്ഷത്തിലെ
ബലമില്ലാത്ത ചന്ദ്രനാണെങ്കിലും വൈകാനുള്ള സാധ്യത കൂടും. അപ്പോ വൈകാത്തത് ഏതൊക്കെയാ എന്ന് പറഞ്ഞാല് ബുധൻ, വ്യാഴം, ശുക്രനൊക്കെ നിൽക്കുന്നു, അല്ലെങ്കിൽ ശുഭചന്ദ്രൻ നിൽക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം നടക്കും. അപ്പൊ ഇത് വൈകുന്നത് ഏതില് 2 ലഗ്നം 7, 8 നിന്ന് കഴിഞ്ഞാൽ വൈകാനുള്ള സാധ്യത കൂടുന്നതാണ്. ഷാർപ്പായിട്ട് ബലം കാണുന്നത് 7ാം ഭാവാധിപൻ, 7ൽ നിൽക്കുന്ന ഗ്രഹം, 7ലേക്ക് നോക്കുന്ന ഗ്രഹം, ഇവർക്ക് സാരം കൊടുത്തിട്ടുള്ള ഗ്രഹം, അവയുടെ ദശ അപഹാരങ്ങള്, ഗോചരാല് അവയുടെ പൊസിഷൻ, ഇതൊക്കെ നോക്കിയിട്ടാണ് എന്നുള്ളത് ഓർക്കണം. ഒറ്റയടിക്ക് നിങ്ങൾക്ക് നോക്കാനാ. എന്തിനാ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്? വേറൊന്നുമില്ല, പല ആളുകളും ഈ അമ്മമാരും അച്ഛന്മാരും എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ മോന്റെ കല്യാണം നടക്കണില്ല, ഇത്ര പ്രായമായി നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടാവും. 23, 24 വയസ്സായിട്ട് മകളുടെ കല്യാണം നടക്കാണ്ടാവുമ്പോഴത്തേക്കും ടെൻഷൻ കൂടെയാണ്. ചിലവർക്ക് 25 ആവുന്നു, ടെൻഷൻ വീണ്ടും കൂടി 26 ആവുന്നു, കൂടുതൽ ടെൻഷനായി. അപ്പോ ആ സമയത്ത് ഇത്തരത്തിലുള്ള ഗ്രഹനില ഉണ്ടെങ്കിൽ വൈകാൻ സാധ്യത ഉണ്ടാവും എന്ന് മനസ്സിലാക്കി ആശ്വസിക്കുക. ആൺകുട്ടികൾക്കാണെങ്കിൽ 28, 29 വയസ്സായിട്ടും കല്യാണം നടക്കുന്ന 30 ആയല്ലോ, 3 എന്നുള്ള അക്കം വന്നല്ലോ, 31, 32 ആയല്ലോ എന്ന് വിചാരിച്ചാലും ഇങ്ങനെയുള്ള ഒരു ഗ്രഹ അമയിപ്പുണ്ടെങ്കിൽ വൈകാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതിനുള്ള പോംവഴികള്, വഴിപാടുകൾ കൊണ്ട് തരുന്നതാണെങ്കിൽ അതിന് എന്താണ് അതിൻ്റെ ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ തന്നെ വഴി എന്ന് നോക്കിയിട്ട് ചെയ്യേണ്ടതാകുന്നു. അപ്പോ ചുരുക്കം പറഞ്ഞ റൂള് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. 2 ലഗ്നം 7, 8, അതായത് ലഗ്നം 2, 7, 8 ഭാവങ്ങളിൽ രാഹുവോ കേതുവോ ശനിയോ നീ സൂര്യൻ ചില സമയത്തുള്ളൂ. അപ്പൊ റൂളില് ഞാൻ ഇത്ര പറയണുള്ളൂ. ലഗ്നത്തിലോ 2ലോ 7, 8ലോ രാഹു, കേതു, ശനി വക്രമുള്ള ഗ്രഹം ഇവ നിന്ന് കഴിഞ്ഞാൽ കല്യാണം വൈകാനുള്ള സാധ്യത കൂടും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്നേക്കത്തുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.